നമ്മുടെ വീട്ടിൽ കുറേ നാൾ കഴിഞ്ഞാണ് കല്ലുമ്മക്കായൊക്കെ വാങ്ങിക്കുന്നത്. അപ്പം നമ്മളിത് വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മൾ കടയിൽ പോയപ്പോൾ കണ്ടതാണ്. അപ്പോൾ അത് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. വെള്ളത്തിലിട്ട് അങ്ങ് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ അത് വേവിക്കാൻ വെക്കണം. വേവിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ആ ഷെല്ല് ഓപ്പൺ ചെയ്തിട്ട് ഈ സാധനം എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു റബ്ബർ പോലത്തെ സാധനം ഉണ്ട്. അത് ചിലർക്ക് കഴിച്ച വയറുവേദന എടുക്കും. അപ്പോൾ നമ്മളത് കളയണം. പിന്നെ അതിനുള്ളിൽ വേറെ ഒരു മണ്ണ് പോലത്തെ ഒരു സാധനം ഉണ്ടാകും. അത് നമ്മൾ ചിലപ്പോൾ അതൊക്കെ കറിയിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് മണ്ണ് കടിക്കും നന്നായിട്ട്. അപ്പോൾ അത് നമ്മൾ കളയണം. എന്നിട്ട് അതെല്ലാം കളഞ്ഞ് നമ്മളതിങ്ങനെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചട്ടിയിൽ എണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിനകത്തേക്ക് സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ ഇട്ട് കറിവേപ്പില എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾ പൊടി, പിന്നെ കുരുമുളക് പൊടി, മസാലപ്പൊടി ഒക്കെ നമ്മൾ ചേർക്കണം. എന്ന് ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. അതൊന്ന് മിക്സ് ചെയ്തൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേനും നമ്മൾ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഈ കല്ലുമ്മക്കായൻ്റെ ഇത് നമുക്ക് എടുത്തിടണം. ഇട്ടിട്ട് നമ്മൾ ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മളിട്ട മസാലപ്പൊടിയും മുളക് പൊടിയുടെയൊക്കെ അളവ് കുറഞ്ഞു പോയത്. അപ്പോൾ നമ്മൾ പിന്നെ അത് ഇടുക. നമുക്കറിയാമല്ലോ ഒരു പാകം എങ്ങനെയാണ്. അപ്പോൾ അതായില്ലെങ്കിൽ നമ്മൾ ഒരു കുഴപ്പമില്ല, നമുക്ക് ഒന്നുകൂടി ഇട്ടിട്ട് എണ്ണ ഒഴിച്ചിട്ട് അത് ശരിയാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ ഒന്നുകൂടി അത് മിക്സ് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ ഇതിൽ ഉപ്പും കുറവായിരുന്നു. നമ്മൾ പിന്നെ അതിനകത്ത് ഉപ്പിട്ടു. കുറേ തവണ ഉപ്പിട്ടിട്ടാണ് ഇതിൽ ഉപ്പായത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമ്മൾ നോക്കിയിട്ടുണ്ടാകും. അതൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തൊക്കെ കഴിയുമ്പം നല്ല ടേസ്റ്റുള്ളൊരു സാധനം റെഡി.